وقد كان لعطاء السلمي رحمه الله تعالى അതാ റളിയല്ലാഹു തആല അൻഹുവിന് ഉണ്ടായിരുന്നു മുഖന്നസൂന, ഒരുപാട് മുഖന്നസീങ്ങൾ. യഖ്ദമൂനഹു ഫീ ബൈതിഹി, അതാഇ സലമിയുടെ വീട്ടില് ഇവര് അതാഇ സലമി തങ്ങൾ ഖിദ്മത്ത് സേവനം ചെയ്യുന്ന ആളുകളായിരുന്നു. വയുവല്ലിഊനഹു, മഹാനവറുകൾക്ക് ഒതുണ്ടാക്കിപ്പിക്കുന്ന ആളുകളുമായിരുന്നു. അങ്ങനെയുള്ളവരെ മുഹന്നസികൾ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും അല്ലാതെ ഹുൻസ എന്ന് പറയില്ലേ, നമ്പൂസകൻ, അങ്ങനത്തെവരുണ്ടായിരുന്നു. ഫഖീലഹു, അങ്ങനെ ആരോ മഹാനായ അതാ റളിയല്ലാഹു ചോദിക്കപ്പെടുകയുണ്ടായി, അലാ തസ്തഖ്ദിറു ഹഉലായി അൻ യകൂനു ഫീ ബൈതിക, ഈ മുഹന്നസീങ്ങളായ ആളുകള് താങ്കളുടെ വീട്ടിലുണ്ടായിരിക്കൽ നിങ്ങൾ അവരെ മ്ലേച്ഛമായിട്ടും മോശമായിട്ടും കാണുന്നില്ലേന്ന. ഫഖാല, അങ്ങനെ ചോദിച്ചപ്പോൾ അവിടെ മറുപടി മഹാൻ പറഞ്ഞത്, വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നഹും ഇന്ദി അത്ഹറു മിൻ നഫ്സി, ഇവരൊക്കെ എന്റെ സ്വന്തം നഫ്സിനേക്കാളും മനസ്സിനേക്കാളൊക്കെ എന്റെ അടുക്കൽ ശുദ്ധന്മാർ ഇവരാണ്. വഅഖല്ലു ദുനൂബൻ, പാപങ്ങളാൽ വളരെ കുറവുള്ളവരും ഇവരാണ്. വഅഖല്ലു റിയാഇ വനിഫാഖിൻ, കാപ്പട്യത്തും ലോകമാന്യവും, ഇത് രണ്ടിനേറ്റവും ചുരുക്കമുള്ളവരും ഇവരാണ്. അങ്ങനെ വരുമ്പോ ഗൈവ അസ്തഖിദുർഹു, ഞാൻ എന്തിനു ഇവരെ വെറുക്കണം, ഞാൻ എന്തിനു മ്ലേച്ഛമായി കാണണം, എനിക്കത് കാണാൻ കഴിയുകയില്ല, ഞാൻ അവരെക്കായൊക്കെ മോശമല്ലേ. ഇങ്ങനൊരു കാഴ്ചപ്പാട് വിനയത്തോടുകൂടെ മഹാനവറുകൾക്കുണ്ടായിരുന്നു. എത്ര മുന്തിയവരാണെങ്കിലും അവിടെയുള്ള വീട്ടുജോലിക്കാർ താഴ്ന്നവരായി കാണൂല എന്നർത്ഥം. താഴ്ന്നവരാണല്ലോ അവര്, എന്നിട്ടും താഴ്ന്നവരായി കണ്ടില്ല. അങ്ങനെയൊക്കെയാണ് മനസ്സിന്റെ അകത്തുള്ള ഈമാൻ. വഖദ് കാന അബ്ബാൻ ഇബ്നു അയ്യാസ് റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാനവറുകൾ പറയുന്നു, ലാ യക്റഹുൽ അമല ബിർറഖ്സി, റഖ്സ് ഇളവ് ചെയ്തുകൊണ്ടുള്ള അമലിനെ വെറുക്കുകയില്ല, ഇല്ല മുഅ്ജിബും ബിനഫ്സി, സ്വന്തം നഫ്സ് കൊണ്ട് അഹങ്കരിക്കുന്നവനോ ഉൾനടിനമുള്ളവനോ അല്ലാതെ. അപ്പൊ ഇളവ് ചെയ്താൽ ആ ഇളവ് കൊണ്ട് അമല് ചെയ്യലിനെ വെറുക്കുന്നവർ ഇവരാണ്. ഇസ്ലാമിൽ ചില കർമ്മങ്ങളൊക്കെ ചെയ്യണ ഇളവുകളുണ്ടാവും, അത്തരം ഇളവ് സ്വീകരിക്കൂല അവർ, എന്തിനാന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അത് പറയുന്ന ആൾക്കാര് മനസ്സിന്റെ അകത്ത് രുചിവുള്ളവരാണ് എന്നർത്ഥം. അല്ലെങ്കിൽ അത് സാഹിബു ഹവ, അല്ലെങ്കിൽ ഇച്ഛയെ ഇഷ്ടപ്പെട്ട് തന്നിഷ്ടപ്രകാരം നടക്കുന്ന ആൾക്കാർ മാത്രമേ വെറുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിൽ അന്ന റഹ്സ, നിശ്ചയമായിട്ട് ഈ റുഖ്സ ഈ ഇളവ് ലാ യഹ്മദു അഹദുൻ ഫാഇലഹ, അതിനെ പ്രവർത്തിക്കുന്ന ഒരാളെയും ഒരാളും പുകഴ്ത്താറില്ല. അവ ഇളവ് ചെയ്ത് കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തെ ആരും പുകഴ്ത്തി പറയാറില്ലല്ലോ. എന്നിരിക്കേ അങ്ങനെ വരുമ്പോൾ പല യസ്രു ഹിന്ദു ഒജുബുൻ, അങ്ങനെ വരുമ്പോ അത്തരം കാര്യം ചെയ്യുമെന്നുണ്ടാവൂല, ഉൾനടിനും മറ്റുള്ളൊന്നും ഉണ്ടാവൂല അവിടെ. അതുകൊണ്ടാണ് ഇളവ് പ്രകാരം ചെയ്യുന്ന അമലിനെ വെറുക്കുന്ന ഇവരാണ് എന്നർത്ഥം. വഖദ് കാന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യഖാബു, മഹാൻ പേടിക്കുമായിരുന്നു, ഉജ്ബ് കുല്ലൽ ഖൗഫ്, ഉൾനടിനം വരുമോ എന്നുള്ള പേടി, എല്ലാവിധ പേടിയും മഹാൻ അവർക്കുണ്ടായിരുന്നു. ഈമാന്റെ ഗൗരവമാണത്. അള്ളാഹു അവരെ ബർക്കത്തുകൊണ്ട് നമ്മളെ കഴിച്ചിലാകട്ടെ. വകാനു ഇദാ അസ്നൗ അലൈ ഖൈറൻ, ജനങ്ങളെങ്ങാനും മഹാന്റെ മേലിൽ വല്ല ഗുണം പറഞ്ഞ് പുകഴ്ത്തിയാലോ, യഖൂലു, അപ്പോൾ മഹാൻ പറയുന്നത് എന്താ പറയാ, അല്ലാഹുമ്മ ജ്അൽനി ഖൈറൻ മിമ്മാ യഖൂലൂന, അവര് പറയുന്നതിനേക്കാൾ ഗുണകരമായ കാര്യം എനിക്ക് നൽകണേ അല്ലാഹ്. വഗ്ഫിർലി മാ ലാ യഅലമൂന, അവർക്കറിയാത്തൊരുപാട് കാര്യം എന്നിലുണ്ട്, തെറ്റുകൾ, അതെല്ലാം നീ പുറത്ത് മാപ്പാക്കി തരണേ എന്നാണ് മഹാനവറുകളെ പുകഴ്ത്തുമ്പോൾ മഹാൻ പ്രാർത്ഥിച്ചിരുന്നത്. അതാണ് ഈമാൻ. വകാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇദാ അസ്നവ ലി ഖൈറൻ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അത് ചെയ്തു ഇത് ചെയ്തു ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങൾ പുകഴ്ത്തുമ്പോ യഖൂലു, മഹാൻ പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ യഖൂലൂന, പടച്ചറബേ അവർ പറയുന്ന എന്താ നാശമുണ്ട്, അവർ പറയുന്ന സർവനാശത്തെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു റബ്ബേ. വഅസ്അലുക അൻ തഗ്ഫിറ ലി മാ ലാ യഅലമൂന, അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചതുപോലെ ജനങ്ങൾക്കറിയാത്ത പലതും എന്നിലുണ്ട്, അതെല്ലാം നീ എനിക്ക് പുറത്തു തരണേ തമ്പുരാനി എന്ന. അപ്പൊ നന്മകളെ കൊണ്ടൊക്കെ പറയുമ്പോഴും ജനങ്ങൾ പുകഴ്ത്തി പറയുമ്പോഴും ഒക്കെ
ജനങ്ങൾ പറയുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാതെ അവർ അള്ളാഹുവിലേക്ക് അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. അതാണ് ഒരു മോമിന് വേണ്ടത്. വഖദ് ഖാല റജുലി ആയിഷത്ത റളിയല്ലാഹു തആല അൻഹാ യാ ഉമ്മൽ മുഅ്മിനീൻ, ഉമ്മൽ മുഅ്മിനീൻ എന്ന് വിളിച്ചുകൊണ്ട് ആയിഷ ബിവിയോട് വന്നിട്ട് ഒരാൾ ചോദിച്ചു. എന്താ ചോദിച്ചതറിയാം? മതാ യഅലമുൽ റജുലു അന്നഹു മിനൽ മുഹ്സിനീൻ, നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇഹ്സാനുള്ള തഖ്വയുള്ള ഭക്തിയുള്ള ഒരു കൂട്ടത്തിൽ പെട്ടവനാണ് അവൻ എന്ന് ഒരാൾ അറിയും. അത് എപ്പോഴാണ് അറിയാൻ കഴിയാന്ന് ചോദിച്ചു. അപ്പൊ കാലത്ത് അപ്പോൾ മഹദി കൊടുത്ത പ്രത്യുത്തരം ഇദാലിമ അന്നഹു മുസീഇന, ഇങ്ങനെ ഗുണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ അറിയണം ഞാൻ തെറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ പെട്ടവനാണെന്ന് അറിയണം. അങ്ങനെ അറിയുമ്പോഴാണ് ഇഹ്സാനിൽ പെട്ടവനാണെന്നുള്ളതിന്റെ ഒരു അടയാളം ഉണ്ടാവുള്ളൂ. അയാൾ ചോദിക്കുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട്, മത്തായ അന്നഹു മുസീഇന, എന്നാ പിന്നെ അവൻ തെറ്റുകാരനാണെന്നില്ല എപ്പോഴറിയാം? കാലത്ത് അതിന്റെ മറുപടി മഹദി കൊടുത്തത് ഇദാറ ആ നഫ്സഹു മിനൽ മുഹ്സിനീൻ, അവൻ അവന്റെ സ്വന്തം നഫ്സിനെ കാണുന്നു. സർവ്വ ഗുണങ്ങൾ ചെയ്ത അള്ളാഹുവിലേക്ക് അടുത്ത ഇഹ്സാനുള്ളവരുണ്ട്, ഗുണം ചെയ്തവരുണ്ട്. അവരുടെ കൂട്ടത്തിലായി അവന്റെ സ്വന്തം ശരീരത്തെ അവൻ കണ്ടാൽ അവൻ മോശക്കാരാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഞാൻ എത്ര നല്ല അമല് ചെയ്തിട്ടുണ്ട് എങ്കിലും പടച്ചവനെ എനിക്ക് തരും സ്വീകരിക്കുമോ? ഞാൻ എത്രയോ തെറ്റ് ചെയ്തവനാണ്, ഞാൻ തെറ്റുകാരിപ്പെട്ടാൽ ചിന്ത വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഉൾനടിനമില്ലാതിരിക്കുക നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ. പാല ഹലറ ബക്രുബിനു, മഹാൻ പറയുന്നു, ഹലറ ബക്രുബിന് അബിദില്ലാൽ മുസിനി മുതറബിന് അബിദില്ലാ റഹ്മഹുല്ലാഹു തആല, അവർ രണ്ടുപേരും ഹാദറായി അൽ മൗഖിഫ ബി അറഫ, അറഫയിൽ നിൽക്കുന്ന സ്ഥലത്ത് സന്നിഹിതരായി. അങ്ങനെ ഇരിക്കെ ദുആഇ മുതറഫ്, അങ്ങനെ മുതറഫി എന്നുള്ള പ്രാർത്ഥനപ്പെട്ടതായിരുന്നു എന്ത് കാല മഹാൻ പറയല്, അല്ലാഹുമ്മ ലാ തറുദ്ദു ബി ആദൽ യൗമി മിൻ അജ്ലി ഖായിബീൻ, പടച്ചവനെ അറഫ മൈതാനിൽ സമ്മേളിച്ചു കൂടി ഒരുപാട് സ്വാലിഹ്യങ്ങളും ജനങ്ങളും ഉണ്ട് ഇവിടെ. ഈ ദിനത്തിൽ പടച്ചവനെ ഞാൻ ഇവിടെയുമുണ്ട്, എന്റെ കാരണം കൊണ്ട് ഖായിബായി ആ ജനനി മടക്കരുതേ. ഉണ്ടോ? ജനങ്ങളെ എന്റെ കാരണം കൊണ്ട് ഖായിബായി മടക്കരുത് പറയണമെങ്കിൽ ഈമാൻ എത്ര വേണം? വകാനമിൻ ദുആഇ ബക്കർ, ബക്കർ എന്നുള്ള പ്രാർത്ഥനയിൽപ്പെട്ടതാണ് ഖൗലുഹു, മഹാൻ പറഞ്ഞ വാക്ക്, മാ അശ്റഫ ഹാദിഹിൽ ബുഖഅത വമാ അർജാഹ ലിദ്ദുആഇ ലൗ ലം അകും ബിന്നാസി, ഈ ഒരു സ്ഥലത്തെ ഇത്ര ശ്രേഷ്ഠമാക്കിയ വസ്തു എന്താണ്? അതുപോലെ തന്നെ പ്രാർത്ഥനയിലേക്ക് ഇത്ര ആഗ്രഹിക്കാൻ പറ്റുന്ന വസ്തു എന്താണ്? ജനകൂട്ടത്തിൽ ഞാനില്ലെങ്കിൽ ഞാൻ ഉണ്ടായിപ്പോയല്ലോ എന്നാണ്. അത്രയും പേടിച്ചുകൊണ്ട് പറയണം അവരൊക്കെ, അവ പൊങ്ങച്ചമില്ലാത്തവരാണ് എന്നർത്ഥം. മഹാൻ പറയുമായിരുന്നു, റുബ്ബ ഹാലിക്കും അലൈഹി, ഒരാൾ തന്നെ പുകഴ്ത്തുമ്പോൾ അങ്ങനെ പുകഴ്ത്തൽ കൊണ്ട് നശിക്കുന്ന എത്ര എത്ര ആൾക്കാരുണ്ട്. വറുബ്ബ മുസ്തദിറജിൻ ബിൽ ഇഹ്സാൻ ഇലൈഹി, മുസ്തദിറജിൻ ബിൽ ഇഹ്സാൻ ഇലൈഹി, അവനിലേക്ക് നന്മകൾ ചെയ്തു കൊടുക്കുമ്പോൾ അവന് ചൂണ്ടയിട്ട് പിടിക്കപ്പെടുകയാണ്. അങ്ങനത്തെ എത്ര എത്ര ആൾക്കാരുണ്ട് ഒന്ന് മനസ്സിലാക്കിയൊക്കെ. ഇതാണ് ഹസൻ ബസരി തങ്ങൾ പറയുന്നത്. അപ്പൊ പുകഴ്ത്തി പറയുമ്പോൾ തന്നെ നമ്മൾ പൊങ്ങച്ചം കാണിച്ച് ഉയരാൻ നിൽക്കണ്ട, നമ്മൾ അപകടത്തിൽപ്പെടും എന്നർത്ഥം. പിന്നെ വല്ല ഗുണങ്ങളൊക്കെ ചെയ്തു തരുമ്പോൾ അതൊക്കെ അള്ളാഹു തന്നെ നമുക്ക് ചെയ്തു തരുന്ന ഇസ്തിദ്റാജ് അത് മനസ്സിലാക്കണം. നമ്മൾ നല്ലവരായിട്ടാണ് എന്ന് കരുതണ്ട. മഹാൻ പറയുമായിരുന്നു, ബിൽ ഫഖീരി, ഒരു സാധുവായ ഒരാൾ അയാളിലെങ്ങാനും വല്ലപ്പോഴും ഉജ്ബു എത്തിയാൽ ഇലാഹി അസിറ യഖൂലു, ആ സാധു അവസാനം പറയും ഏതുവിടെ എത്തുമ്പോ അങ്ങനെ എത്തിയിട്ട് പറയാലോ, ഒരിദത്ത് അലൈഹി ഹൂറുൽ ഐൻ, ഇപ്പോ ഈ ദുനിയാവില് സ്വർഗീയ റാണികളായിരിക്കുന്ന ഹൂർലീങ്ങളെ, ഹൂറുൽ ജിനാ സ്വർഗീയ റാണികളെ എന്റെ മേലിൽ ഇപ്പൊ വെളിവാക്കപ്പെടുകയാണെങ്കിൽ മൽതഫ്തു ഇലൈഹിന്ന ദൂനല്ലാഹി തആല, അപ്പോഴും ഞാൻ അള്ളാനെ ശ്രദ്ധിക്കൊള്ളൂ, ഇവരിലേക്ക് ഞാൻ നോക്കുകയില്ല എന്ന് പറഞ്ഞു പോവും. അത്രത്തോളം ആകും അഹങ്കാരം വന്നിട്ട്, ഉൾനടിനം വന്നിട്ട് ആരെയും സാധുവായ ഒരാൾ ചിലപ്പോ അങ്ങനെ വരാം. വഹുവ റുബ്ബമാലോ യാരിയത്തിന്, അത്തരത്തിൽ ഈ പറഞ്ഞ മനുഷ്യൻ ഒരു യുവതിയെ കാണുകയാണെങ്കിൽ മിൻ ജവാരിൽ ദുനിയ ലിസാലി ഖൽബി, മിൻ ജവാരി ദുനിയ, ദുനിയാവിന്റെ തരുണീമണിയിൽപ്പെട്ട് ഏതെങ്കിലും ഒരു യുവതിയാൽ കാണുകയാണെങ്കിൽ ലസ്വാല ഖൽബു ബിൽ മൈലി ഇലൈഹ അത്താ മലഅൽ അർശ്, അർശന്റെ ഭാഗത്തേക്ക് എത്തിയത് വരെ അദ്ദേഹം ആ പെണ്ണിനെ കാണുകയാണെങ്കിൽ ആ പെണ്ണിലേക്ക് അദ്ദേഹത്തിന്റെ ഹൃദയം ചാഞ്ഞുകൊണ്ടിരിക്കും, അത്രത്തോളം ആകും. എന്നിരിക്കെ ഇയാള് പറയാണ്,
ഞാൻ സ്വർഗീയരാളെ കാണുക നോക്കൂല, ഞാൻ അള്ളാഹു തആലയിലേക്ക് നോക്കുള്ളെന്ന് ഉജ്ബാണ്. അത് പറയാൻ പാടില്ല. വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ലദംബുൻ തഫ്തഖിറു ബിഹി ഇലാ അഫ്വില്ലാഹി തആല ഖൈറുൻ ലക മിൻ ത്വാഅത്തിൻ തഫ്തഖിറു ബിഹാ അലൽ ഇബാദ്. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഒരു പാപം, ആ പാപം കാരണം കൊണ്ട് അള്ളാഹിന്റെ അഫ്വിലേക്ക് നീ ആഗ്രഹിക്കുന്നു, നീ തേടുന്നു. അങ്ങനെ തേടുന്ന ഒരു പാപം ചെയ്യൽ ഖൈറുൻ ലക, നിനക്കത് ഗുണകരമാണ്. മിൻ ത്വാഅത്തിൻ തഫ്തഖിറു ബിഹാ അലൽ ഇബാദ്, അടിയങ്ങളുടെ മേൽ ഇബാദത്ത് ചെയ്ത് ഫൗറും ഡമ്പും പറയും. അങ്ങനെ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ഗുണകരം ഒരു തെറ്റ് ചെയ്ത് ആ തെറ്റ് കാരണമായി അള്ളാന്റെ അഫ്വിലേക്ക് നീ ആഗ്രഹിക്കുക, തേടുക, ഇതാകുന്നു. എന്നാലും മനസ്സിന്റെ ഉള്ളിൽ അഹങ്കാരങ്ങളും ധിക്കാരമൊന്നും വരരുത്. വകാന മുഹമ്മദ് ബിൻ വാസിർ റഹിമഹുല്ലാഹു തആല യഖുൽ ലിഇബാദി സമാനിഹി, തന്റെ കാലത്തുള്ള അടിയങ്ങളോട് മഹാൻ പറയുമായിരുന്നു, ഉഫില്ലക്കും, നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് ദഖൽ ഉജ്ബു ബി അഅമാലിക്കും ഖില്ലത്തിഹാ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ വളരെ തുച്ഛമുള്ളൂ. ആ തുച്ഛമായിരിക്കലോടുകൂടെ നിങ്ങളെ കർമ്മങ്ങളിലൊക്കെ നിങ്ങൾക്ക് അഹങ്കാരം വന്നുണ്ട്, ഉൾനാടിനം വന്നു പോകുന്നുണ്ട്. വഖദ് കാന മൻ ഖബലക്കും ലാ യഅ്ജബൂന ബി അഅമാലിഹിം കസറത്തിഹാ, എന്നാൽ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ മഹാന്മാരൊക്കെ അവരുടെ അമൽ എത്ര പെരുത്താലും ആ അമലുകളെ കൊണ്ടൊന്നും അവർ ഉജ്ബ് കാണിക്കാറില്ല എന്ന് കാണാം. വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, മാ അൻതും, നിങ്ങളല്ല, ഇല്ലാക്കൽ മുലായിബീന ബിൻ നദ്രിൽ ഇബാദത്തി മൻ കാന ഖബലക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ മഹാനന്ദന്മാരുടെ ആരാധന കർമ്മങ്ങളിലേക്ക് നോക്കലുകൊണ്ട് നിങ്ങളിങ്ങനെ കളിച്ച് രസിക്കുന്നവർ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കണം സാധുക്കളായ ഒരു ജീവിതം. ഫഅലമിയാഹിദാലിക്ക, പറഞ്ഞ കാര്യം ശരിക്കും മനസ്സിലാക്ക്. വഫത്തിസ് നഫ്സക കുല്ല തഫ്തീസ്, നിന്റെ മനസ്സിനത് പരിശോധിക്ക്, എല്ലാവിധ പരിശോധനയും. ഫറുബ്ബമാ തഅജ്ജബു ബി തർക്കിൽ ഉജ്ബ്, ഒരുപക്ഷെ നീ എന്താവും, ചിലപ്പോൾ ഉൾനടിനൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കും. എന്നിട്ട് ആ ഒഴിവാക്കൽ കൊണ്ട് നീ എന്താക്കും, ഉൾനടനമുള്ളവരോ ഞാനാക്കും ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരാം. വതകൂനു അസ്ഹാരം മിമ്മൻ അജബ, പുതുമ കാണിക്കുന്നവനേക്കാളും ആ ഉജ്ബ് കാണിക്കുന്നവനേക്കാളും, യാനിബിൽ അഅമാൽ, അമലുകളെ കൊണ്ട് ഉജ്ബ് കാണിക്കുന്നവനുണ്ട്, അവനേക്കാൾ മോശമായൊരവസ്ഥയാണ് ഉജ്ബ് ഒഴിവാക്കിക്കൊണ്ട് നീ ഉജ്ബ് കാണിക്കുക എന്നുള്ളത്. ഫഹം, ഞാൻ പറഞ്ഞ ഈ കാര്യമൊന്ന് മനസ്സിലാക്കി നോക്ക്, ഉദ്ധരണികളൊക്കെ. വയ്യാഖയാഖി, എന്റെ സഹോദര, നിന്നെ നീ സൂക്ഷിക്ക്. അന്തറാ നഫ്സക, നിന്റെ നഫ്സിനെ നീ കാണല്. അലാഹിദ് മിനൽ മുസ്ലിമീന, മുസ്ലിം ലോകത്തുള്ള എല്ലാ ആരോരുത്തരെക്കാളും നീ ഉന്നതനായി കണ്ടാൽ അത് അപകടമാണ്. വയ്യാക്ക്, അതുകൊണ്ട് നീ അള്ളാഹിനെ കാത്ത് അള്ളാഹു തആലയുടെ സംരക്ഷണം ജീവിക്കണം, അള്ളാഹിനെ ഓർത്ത് ജീവിക്കണം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കഴിഞ്ഞു.